ചൂരൽമല ടൗണിൽ വളരെ നിരവധിയായിട്ടുള്ള കടകളുണ്ടായിരുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഏലകൃഷി ഉണ്ടായിരുന്നു. ഏറ്റവും നന്നായി ഏലകൃഷി നടത്തുന്ന ആളായിരുന്നു. ഈ മനുഷ്യൻ ദുരന്തത്തിൽപ്പെട്ട് ഈ മനുഷ്യന് ഡയാലിസിസ് ചെയ്യാൻ, മകൻ്റെ ചികിത്സക്ക് കൊണ്ടുപോകാൻ കയ്യിൽ കാശില്ലാതെ ആ മനുഷ്യൻ പറയാണ്, ഞാൻ ഒരുപാട് പേരെ സഹായിച്ചവർ, എനിക്ക് 10-12 റൂമുണ്ട് എനിക്ക് അവിടെ ചൂരൽമലയിൽ. ഞാൻ യഥേഷ്ടം സൗകര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ആളാണ്. എനിക്ക് ഏലകൃഷിയുണ്ട് സാർ, എല്ലാം പോയി. എനിക്കിന്ന് ഡയാലിസിസ് ചെയ്യാൻ, എൻ്റെ മകനെ ചികിത്സിക്കാൻ സാർ, ഇതൊരു വല്ലാത്ത വേദന. അവർ 50 1 ഏക്കറും 2 ഏക്കർ ഭൂമിയിൽ താമസിച്ച ആളുകൾ, നല്ല സൗകര്യത്തോടു കൂടി അഭിമാനത്തോടു കൂടി ജീവിച്ചവരാണ്. അവർ നല്ല കഠിനാധ്വാനികളായി. ആ മനുഷ്യർ ഒരു ദിവസം ഒരൊറ്റ സെക്കൻഡ് ഒന്നുമല്ലാതായി മാറുകയാണ്. അവരെ ദയാദാക്ഷിണ്യത്തോടു കൂടി ക്യൂ നിൽക്കുന്ന ആളുകളായി മാറ്റി. ഫുഡ് കൂപ്പൺ, ദിനപത്ത, ജീവനോപാധി ഇതൊക്കെ പറഞ്ഞ് ക്യൂ നിൽക്കുന്ന ആളുകളാക്കി മാറ്റരുത്. അഭിമാനത്തോടു കൂടി അവരെ പുനരധിവാസം സംഭവം.